ഹലോ ഗൈസ്. അപ്പോൾ നമ്മളിന്ന് എവിടെ പോവാണെന്ന് ആറ്റുകാൽ പോവാണ്. അപ്പോൾ മുഴുവൻ വീഡിയോസും കാണിച്ചു തരാം, നിങ്ങൾ കണ്ടിരിക്കാം. അപ്പം ആ വീഡിയോ അപ്പോൾ നമ്മൾ എപ്പോഴും ഏത് സ്ഥലം പോവുകയാണെങ്കിലും വീഡിയോ എടുത്തു. യെസ്, അതുകൊണ്ട് ഇതും ഞങ്ങൾ വീഡിയോ എടുത്ത് കാണിക്കുന്നതാണ്. നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ്, എൻ്റെ അരങ്ങേറ്റം അവിടെയായിരുന്നു അല്ലേ? അതിൻ്റെ കുറേ ഫോട്ടോസ് നമ്മൾ ഹോം ടൂറിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതേ കണക്ക് തന്നെ ഇതും നമ്മൾ കാണിക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ കാറിൽ കയറി ഇനി അവിടെ ചെന്നിട്ട് ഹലോ ഗൈസ്, അപ്പം നമ്മൾ ആറ്റുകാലെത്തി. അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ നടന്ന് എത്തിയപ്പോൾ വേറെ ഒരു ഓഡിറ്റോറിയത്തിൻ്റെ വാതിക്കലാണ് ചെന്നെത്തിയത്. അവിടെ എല്ലാവരും അരങ്ങേറ്റം കഴിഞ്ഞവരെല്ലാവരും ഡാൻസ് കളിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പൊയ്ക്കൊണ്ടിരുന്നത്. പോകുന്ന വഴിക്ക് നമ്മൾ കുറേ കമ്മലും വളയും മാലയും പിന്നെ ബലൂണും അതൊക്കെ കണ്ടപ്പം നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമല്ലേ, പിന്നെ നിങ്ങൾക്ക് പൊതുവെ ഇഷ്ടമുള്ള സാധനമല്ലേ കമ്മലൊക്കെ. അപ്പോൾ അത് നമുക്ക് കാണുമ്പോൾ ഒരു അട്രാക്ഷൻ. അപ്പോൾ ഞാൻ ആദ്യം ഇവരോട് പറഞ്ഞു കമ്മൽ വേണമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇല്ല എന്നൊക്കെ പറഞ്ഞ് പോയി. നടന്ന് നമ്മൾ ഡാൻസ് കാണാൻ പോയി. പിന്നെ കുറച്ച് നേരം ചേച്ചിമാർ ഡാൻസ് കളിക്കുന്നത് നമ്മൾ ആകർഷിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ കുറേ നേരം അത് കണ്ട് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പെട്ടെന്ന് എന്നോട് പറഞ്ഞ് കമ്മൽ മേടിച്ചു എന്നൊക്കെ പറഞ്ഞ് ഞാനോർത്ത് ഇതെന്ത് പറ്റി പെട്ടെന്നൊക്കെ ഞാൻ ആലോചിച്ച് പോയി. അപ്പം എന്നോട് പറഞ്ഞ് മേടിച്ചോ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കമ്മൽ നോക്കി എനിക്ക് ഇഷ്ടപ്പെട്ട കമ്മലാണ് ഈ കാണിക്കുന്നത്. ആ കമ്മൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. അവരോട് വില ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു 100 രൂപയെന്ന്. 100 രൂപ ഞാൻ പ്രതീക്ഷിച്ചത് ഇത്ര വില കൂടിയതായിരിക്കുമെന്ന്. ഞാൻ 50 പ്രതീക്ഷിച്ചത്, പക്ഷേ അതിൻ്റെ വില 100 രൂപയായിരുന്നു. കുറച്ച് കൂടിപ്പോയി. പിന്നെ അങ്ങ് മേടിച്ച്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ നടന്ന് നമ്മൾ ഐസ്ക്രീം കടയിലാണ് ചെന്നത്. ഐസ്ക്രീം കടയിൽ ചെന്നപ്പം എല്ലാവർക്കും അവനോണ്ട് ഇഷ്ടമുള്ള സാധനം മേടിച്ചു. ഞാൻ പിന്നെ അച്ഛൻ്റെ കയ്യിലിരിക്കുന്ന മറ്റേ കപ്പ് പോലത്തെ ഉണ്ടല്ലോ, ഞാൻ അതാണ് മേടിച്ചത്. ഐസ്ക്രീം പിടിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുന്നതിൻ്റെ വരെ ഞാൻ പറഞ്ഞു എനിക്ക് വീഡിയോ പിടിക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കയ്യിൽ കൊടുത്തുകൊണ്ട് അങ്ങനെ പിടിച്ചുകൊണ്ട് മെല്ലുതായിട്ട് നോക്കുകയാണ്. പിന്നെ ഇവളുമാർ രണ്ടുകൂടെ കോൺ ഐസ്ക്രീമാണ് മേടിച്ചത്, ബട്ടർ സ്കോച്ച്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ വലിയ ഓഡിറ്റോറിയത്തിൻ്റെ അടുത്തെത്തി. അവിടെ കയറി ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പം നല്ല കിടിലം സൂപ്പർ ഇടിവെട്ട് മഴയായിരുന്നു. പിന്നെ നല്ല അടവിക്കാറ്റ് കാരണം അവിടെ ബലൂൺ പിടിച്ചുകൊണ്ടിരുന്ന അങ്ങളുടെ ബലൂൺ വരെ പറന്ന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പുള്ളി അത് പിടിക്കാനായിട്ട് ഭയങ്കര കഷ്ടപ്പെട്ടാണ് അത് പിടിച്ചുകൊണ്ടിരുന്നത്. ബിക്കോസ് കാറ്റിൻ്റെ ശക്തി കാണത് കൂടുതൽ ഇങ്ങനെ പൊങ്ങി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയിട്ട് നേരെ വീട്ടിലോട്ട് പോകാനായിട്ട് അവിടുന്ന് ഇറങ്ങിയിട്ട് അവിടെ മൊത്തം എന്തോ കായൽ പോലായി. കാലെടുത്ത് കുത്താൻ വയ്യ, ചെളി നിറഞ്ഞ് നമ്മൾ ഫുൾ നനഞ്ഞു പോകും. പിന്നെ അച്ഛൻ പോയി കാറെടുത്തുകൊണ്ട് വന്നപ്പോഴാണ് ഞങ്ങൾ കയറിയിട്ട് ഇറങ്ങി. പിന്നെ ഞങ്ങൾ അവിടുന്ന് യാത്രയായി ഗൈസ്. അവിടുന്ന് പിന്നെ ഈ വീഡിയോ എടുത്തതെന്ന് വെച്ചാൽ ഗ്ലാസ് ഇട്ട പോലെ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ മഴയുടെ ഈർച്ചിലടിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അത് നേരെ അടച്ചിട്ടു. പിന്നെ ഞങ്ങൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന വഴിയിൽ കുറേ ലൈറ്റിങ് അത് ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ചില സ്ഥലത്ത് ഇങ്ങനെ കൃഷ്ണൻ്റെയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ലൈറ്റിങ് കാണത്തില്ല, അതൊക്കെ ഉണ്ടായിരുന്നു. ഗണപതി എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാം ഒന്നും പിടിക്കാൻ പറ്റിയില്ല, ചിലതൊക്കെ പിടിക്കാൻ പറ്റുള്ളൂ. ബിക്കോസ് നമുക്കിങ്ങനെ വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ടിട്ട് വീഡിയോ പിടിക്കാൻ പറ്റില്ല. ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിൽ നമുക്ക് പിടിക്കാൻ പറ്റും. സ്റ്റോപ്പ് ചെയ്തിടണമെങ്കിൽ പാർക്ക് ചെയ്യാൻ സ്ഥലം വേണം. ഇല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറകിൽ നിന്ന് വണ്ടി വരും. അതുകൊണ്ട് ആ പ്രശ്നം കണ്ട് ഞങ്ങൾ ഇങ്ങനെ കുറച്ച് കിട്ടിയ വീഡിയോ ഒക്കെയാണ് ഇതിനകത്ത് ഞാൻ എഡിറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.